5 സിറ്റിംഗ് എംപിമാരെ വീണ്ടും മത്സരിപ്പിക്കാനും കൊല്ലത്ത് കെ.എൻ. ബാലഗോപാലിനെ സ്ഥാനാർത്ഥിയാക്കാനും സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തീരുമാനം. പി.കെ. ശ്രീമതി, എ. സമ്പത്ത്, എം.പി. രാജേഷ്, പി.കെ. ബിജു, ജോസ് ജോർജ് എന്നിവരാണ് വീണ്ടും മത്സരിക്കുക. ചാലക്കുടി എം.പി. ഇന്നസെന്റും വീണ്ടും മത്സരിച്ചേക്കുമെങ്കിലും ഏത് സീറ്റെന്ന കാര്യത്തിൽ തീരുമാനം പിന്നീടാണ് ഉണ്ടാവുക. അതേസമയം പി. കരുണാകരൻ മത്സരിക്കില്ല. കോട്ടയം സീറ്റ് ഏറ്റെടുക്കണമെന്നും സെക്രട്ടേറിയറ്റിൽ അഭിപ്രായമുണ്ടായി. കൂടുതൽ വിവരങ്ങളുമായി വി അരുൺ ചേരുന്നു. അരുൺ, എല്ലാ മണ്ഡലങ്ങളെയും കുറിച്ച് ഒരു ധാരണ വന്നിട്ടുണ്ടോ? സ്ഥാനാർത്ഥികൾ ആരൊക്കെ എവിടേക്കാണ് മത്സരിക്കുന്നത് എന്ന് സംബന്ധിച്ച വിവരങ്ങൾ എന്തൊക്കെയാണ്? അശ്വതി, സിറ്റിംഗ് എംപിമാരുടെ കാര്യത്തിലാണ് ഇപ്പോൾ ഒരു ധാരണയായിട്ടുള്ളത്. കാസർഗോഡ് എം പി പി കരുണാകരൻ ഒഴികെ 6 സിറ്റിംഗ് എംപിമാരും മത്സരിക്കും. ചാലക്കുടിയിൽ ചാലക്കുടി എം പി ഇന്നസെന്റും മത്സരിക്കും. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ ചെറിയ അവ്യക്തത നിലനിൽക്കുന്നു. ഇക്കാര്യത്തിൽ കൂടുതൽ ചർച്ചകൾ വേണമെന്നാണ് സെക്രട്ടറി ഉയർന്ന അഭിപ്രായം. കണ്ണൂരിൽ പി.കെ. ശ്രീമതി വീണ്ടും മത്സരിക്കും. ആലത്തൂരിൽ പി.കെ. ബിജുവും പാലക്കാട് എം.പി. രാജേഷും മത്സരിക്കും. ഇടുക്കിയിൽ ജോയ്സ് ജോർജും ആറ്റിങ്ങലിൽ എ. സമ്പത്തും വീണ്ടും മത്സരിക്കാനും തീരുമാനമായിട്ടുണ്ട്. കൊല്ലത്ത് സിപിഎം സംസ്ഥാന സെക്രട്ടറി അംഗം കെ.എൻ. ബാലഗോപാൽ സ്ഥാനാർത്ഥിയാകും. കോട്ടയം സീറ്റ് കഴിഞ്ഞ തവണ ജനതാദൾ എസിന് നൽകിയതാണ്. ആ സീറ്റ് തവണ സിപിഎം ഏറ്റെടുക്കും. 15 സീറ്റുകളിലാണ് കഴിഞ്ഞ തവണ സിപിഎം മത്സരിച്ചത്. ചിലപ്പോൾ ഒരു സീറ്റ് കൂടി, അതായത് കഴിഞ്ഞ തവണ ജനതാദൾ എസിന് കൊടുത്ത കോട്ടയം കൂടി ഏറ്റെടുത്താൽ 16 സീറ്റുകളിലും സിപിഎം മത്സരിക്കും. പക്ഷേ ഇതിൽ ഘടകകക്ഷികളുമായുള്ള ചർച്ചയുടെ കൂടി അടിസ്ഥാനത്തിൽ മാത്രമേ അന്തിമ തീരുമാനമാകൂ. ഏതായാലും കോട്ടയം സീറ്റ് ഏറ്റെടുക്കണമെന്ന് സിപിഎമ്മിൽ ശക്തമായ അഭിപ്രായം ജില്ലാ കമ്മിറ്റി ഉയർത്തിയിരുന്നു. സെക്രട്ടേറിയറ്റിലും അത്തരം ഒരു നിലപാട് തന്നെയാണ്. കോട്ടയം സീറ്റ് എന്തായാലും സിപിഎം ഏറ്റെടുക്കും. ഘടകകക്ഷികൾക്ക് വിട്ടുകൊടുക്കുന്ന സീറ്റ് എന്ന കാര്യത്തിലാണ് ഇനി അറിയേണ്ടത്. ഒരുപക്ഷെ 16 സീറ്റിലും സിപിഎം മത്സരിക്കുന്ന സാഹചര്യവും ഉണ്ടാവും. ഉച്ചയ്ക്ക് ശേഷം വീണ്ടും സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരും. അതിനാകും അന്തിമ സീറ്റുകളുടെ കാര്യത്തിൽ അന്തിമ ധാരണയുണ്ടാവുക. അരുൺ പറഞ്ഞതുപോലെ സിറ്റിംഗ് എംപിമാരെ വീണ്ടും മത്സരിപ്പിക്കാനാണ് സിപിഎം തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ നിന്നും പി. കരുണാകരനെ മാറ്റിയത് എന്തുകൊണ്ടാണ്? അദ്ദേഹം ഇല്ലാത്തത് എന്തുകൊണ്ടാണ് മത്സരരംഗത്ത്? പി. കരുണാകരൻ കഴിഞ്ഞ തവണ തന്നെ കാസർഗോഡ് മത്സരിക്കാൻ ഉണ്ടാകില്ല എന്ന തരത്തിലുള്ള സൂചനകൾ പുറത്തു വന്നിരുന്നു. അനാരോഗ്യം അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം മത്സരിക്കാനുള്ള കാരണമായി ഉയർന്നു വരികയും ചെയ്തു. പക്ഷേ കഴിഞ്ഞ തവണത്തെ പ്രത്യേക സാഹചര്യത്തിൽ വീണ്ടും അദ്ദേഹത്തിന് സീറ്റ് അനുവദിക്കുകയായിരുന്നു. വലിയ പോരാട്ടത്തിനൊടുവിലാണ് അദ്ദേഹം ചെറിയ വോട്ടുകളുടെ ഇടതുമുന്നണിക്ക് വലിയ വേരോട്ടമുള്ള ഭൂരിപക്ഷമുള്ള മണ്ഡലത്തിൽ ചെറിയ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് അദ്ദേഹം വന്ന് ജയിച്ചു കയറിയത്. അതുകൊണ്ട് തന്നെ കരുണാകരൻ മാറുമെന്ന അപ്പോൾ തന്നെ ധാരണയായിരുന്നു. ഇപ്പോൾ അനാരോഗ്യവും പറഞ്ഞു കേൾക്കുന്നു. അതുകൊണ്ട് തന്നെ പി. കരുണാകരൻ ഒഴിവായി. ബാക്കി സിറ്റിംഗ് എംപിമാരിൽ ഇന്നസെന്റ് ആദ്യം മത്സരിക്കാനില്ല എന്ന് പ്രഖ്യാപിച്ചതാണ്. പക്ഷേ അദ്ദേഹം പിന്നീട് നിലപാട് തിരുത്തി പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുമെന്നായി. ആലത്തൂരിൽ പി.കെ. ബിജുവിനെതിരെയും പ്രാദേശികമായ പാർട്ടി പ്രവർത്തകരുടെ വികാരമുണ്ടായിരുന്നു. പി.കെ. ബിജു എം.പി. എന്ന നിലയിലും അതുപോലെ മണ്ഡലത്തിൽ മുഴുവൻ സമയം ലഭിക്കുന്ന എന്ന തരത്തിലുള്ള പരാതികളുണ്ടായിരുന്നു. അതുകൊണ്ട് പി.കെ. ബിജുവിനെ ഒഴിവാക്കാൻ സിപിഎം ഒരു ഘട്ടത്തിൽ ആലോചിച്ചതാണ്. പക്ഷേ അവസാനം പി.കെ. ബിജു ഒരിക്കൽ കൂടി ഒരു അവസരം കൂടി ബിജുവിന് നൽകണമെന്ന അഭിപ്രായം ഉയരുകയും സെക്രട്ടേറിയറ്റ് അത് അംഗീകരിക്കുകയുമായിരുന്നു. അങ്ങനെയാണ് പി.കെ. ബിജു സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് വരുന്നത്. ശരി, പി. കരുണാകരൻ ഒഴികെയുള്ള 5 സിറ്റിംഗ് എംപിമാരെ വീണ്ടും മത്സരിപ്പിക്കാനാണ് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തീരുമാനമായിരിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം സെക്രട്ടേറിയറ്റ് വീണ്ടും തുടരും എന്നും അറിയുന്നു. വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. സ്ഥാനാർത്ഥികളായി പൊതുസ്വതന്ത്രരെ കൂടി പരിഗണിക്കുമെന്ന കേന്ദ്ര കമ്മിറ്റി അംഗം ഇ.പി. ജയരാജൻ ഘടകകക്ഷികളുമായുള്ള തർക്കം ചർച്ചയിലൂടെ പരിഹരിക്കുമെന്നും യോഗത്തിന് മുന്നോടിയായി ഇ.പി. ജയരാജൻ ന്യൂസ് 18നോട് പറഞ്ഞു. എല്ലാവരുടെയും വോട്ട് ലഭിക്കത്തക്ക നിലയിലുള്ള എല്ലാവരുടെയും അംഗീകാരം ഉള്ള സ്ഥാനാർത്ഥികൾ തന്നെയായിരിക്കും LDFിൻ്റെ സ്ഥാനാർത്ഥികളായി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക. അല്ല, സോദരന്മാരെന്നുള്ളത് പൊതു അംഗീകാരമുള്ള വ്യക്തിത്വങ്ങളാണ്. തീർച്ചയായും നമ്മൾ അത്തരത്തിലുള്ള ആളുകളെ കൂടി പരിഗണിക്കുന്നത് ഒരു ജനാധിപത്യ സംവിധാനത്തിന് കുറേ കൂടി സഹായകരമാണ്. അത് ജനാധിപത്യത്തിൻ്റെ ഒരു നിരീക്ഷണമാണ്. സോദരൻ ഉണ്ടാകും. അല്ല, അതിൽ തെറ്റൊന്നുമില്ല, ഉണ്ടാവണം നിർബന്ധമില്ല. അല്ല, സീറ്റുകൾക്ക് ഓരോ കക്ഷികളും സ്വാഭാവികമായും അവർക്ക് അവകാശപ്പെടുന്നതിൽ തെറ്റൊന്നുമില്ല. അതെല്ലാം മുന്നണി എന്നുള്ളതിൽ ചർച്ച ചെയ്ത് പരസ്പരം കാര്യങ്ങൾ മനസ്സിലാക്കി നിലപാട് സ്വീകരിച്ച് കൂടുതൽ ഐക്യത്തോടു കൂടി പോകാനുള്ള സാധ്യതയാണ് പൊതുവേ ഉള്ളത്. ഡൽഹിയിൽ കോൺഗ്രസ് ആപ്പ് സഖ്യം വേണ്ടെന്ന തീരുമാനം. സഖ്യത്തിനായുള്ള ആപ്പിന്റെ ഫോർമുല കോൺഗ്രസ് തള്ളി. സഖ്യം വേണ്ടെന്ന സംസ്ഥാന ഘടകത്തിന്റെ ആവശ്യം രാഹുൽ ഗാന്ധി അംഗീകരിക്കുകയായിരുന്നു. ये कांग्रेस पार्टी जो है अपने आप चुनाव लड़ेगी, किसी से गठबंधन नहीं करेगी. ये आपको लगता है, हमें नहीं लगता. अगर जो हमें लगता है ऐसा तो फिर हम कोई और किस्म का डिसीजन लेते. കൂടുതൽ വിവരങ്ങളുമായി എം ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, ഏത് സാഹചര്യത്തിലാണ് കോൺഗ്രസ് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്?
അശ്വതി, ഡൽഹിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി കോൺഗ്രസ് ആം ആദ്മി പാർട്ടിയും സഖ്യമുണ്ടാകില്ലെന്ന് ഉറപ്പായിരിക്കുന്നു. നേരത്തെ തന്നെ സഖ്യത്തിനുള്ള സാധ്യതകൾ കുറവായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ കോൺഗ്രസിന്റെ വളരെ നിർണായകമായ യോഗം രാഹുൽ ഗാന്ധിയുടെ അധ്യക്ഷതയിൽ ചേർന്നിരുന്നു. രാവിലെ പുറത്തു വന്ന സൂചനകൾ പ്രകാരം ആം ആദ്മി പാർട്ടി 3 സീറ്റുകൾ കോൺഗ്രസിന് നൽകാമെന്ന ഒരു ഫോർമുല മുന്നോട്ട് വെച്ചിരുന്നു. 3 സീറ്റുകളിൽ ആപ്പും 1 സീറ്റിൽ 2 പാർട്ടികൾക്കും സമ്മതനായ സ്വതന്ത്രനും മത്സരിക്കുക എന്നതായിരുന്നു ആ ഫോർമുല. രാഹുൽ ഗാന്ധിയുടെ അധ്യക്ഷതയിൽ ഷീലാ ദീക്ഷിത് അടക്കമുള്ള സംസ്ഥാന നേതാക്കൾ വിശദമായി ചർച്ച നടത്തി. എന്നാൽ സംസ്ഥാന ഘടകം വളരെ ശക്തമായി തന്നെ ഈ ഒരു ഫോർമുലയെ എതിർക്കുകയായിരുന്നു. ആം ആദ്മി പാർട്ടിയുമായി സഖ്യമുണ്ടാക്കിയാൽ ആപ്പിനായിരിക്കും അത് ഹ്രസ്വകാലത്തേക്കും ദീർഘകാലത്തേക്കും നേട്ടമുണ്ടാക്കുക എന്നായിരുന്നു സംസ്ഥാന ഘടകത്തിന്റെ നിലപാട്. പ്രത്യേകിച്ച് അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുമ്പോൾ നിലവിൽ ആം ആദ്മി പാർട്ടിക്ക് വലിയ സ്വാധീനം നഷ്ടമായിട്ടുണ്ട് സംസ്ഥാനത്ത്. കോൺഗ്രസിന്റെ പിന്തുണയോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കിയാൽ അതേ നേട്ടം ആം ആദ്മി പാർട്ടി നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാക്കുമെന്നായിരുന്നു സംസ്ഥാന നേതൃത്വം അറിയിച്ചത്. ഇങ്ങനെയൊരു നിലപാട് സംസ്ഥാന ഘടകത്തിന്റെ ഭാഗത്തു നിന്നും വന്നതോടുകൂടി രാഹുൽ ഗാന്ധിക്കും അതിനോട് യോജിക്കേണ്ടി വന്നു. അങ്ങനെയാണ് സഖ്യം വേണ്ട എന്ന തീരുമാനത്തിലെത്തിയിരിക്കുന്നത്. ഇതോടെ ഡൽഹിയിലെ 7 സീറ്റുകളിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും BJPയും മത്സരിക്കും. ശക്തമായ ത്രികോണ മത്സരത്തിലാണ് കളമൊരുങ്ങിയിരിക്കുന്നത്. ശരി, എം ഉണ്ണികൃഷ്ണൻ ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. കർഷകരുടെ വായ്പകൾക്ക് മേലുള്ള ബാങ്കുകളുടെ നടപടി തടഞ്ഞ മന്ത്രിസഭായോഗം. കർഷകർ എടുത്ത എല്ലാ വായ്പകൾക്കും മൊറട്ടോറിയം ബാധകമാക്കി. 2014 മാർച്ച് വരെയുള്ള വായ്പകളിലെ ജപ്തി നടപടികളാണ് തടഞ്ഞത്. ഇടുക്കിയിലും വയനാട്ടിലും കഴിഞ്ഞ ഓഗസ്റ്റ് 31 വരെ എടുത്ത വായ്പകൾക്കും മൊറട്ടോറിയം ബാധകമാക്കി. എല്ലാ വിളകളുടെയും നഷ്ടപരിഹാര തുക ഇരട്ടിയാക്കാനും തീരുമാനമായി. കാർഷിക കടാശ്വാസ കമ്മീഷൻ 50,000 രൂപയ്ക്ക് മേലുള്ള കുടിശ്ശികയ്ക്ക് നൽകുന്ന ആനുകൂല്യം 1 ലക്ഷം രൂപയിൽ നിന്ന് 2 ലക്ഷം രൂപയായി വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് തൊട്ടു മുമ്പായി ചേർന്ന മന്ത്രിസഭാ യോഗം കാർഷിക മേഖലയ്ക്ക് വലിയ ആശ്വാസ പദ്ധതികളാണ് പ്രഖ്യാപിച്ചത്. ജപ്തി നടപടികൾ തടയുന്ന മൊറട്ടോറിയം ആനുകൂല്യം കാർഷിക വായ്പകൾക്കൊപ്പം കർഷകരുടെ എല്ലാ വായ്പകൾക്കും ബാധകമാക്കി. കർഷകരെടുത്ത വായ്പകൾ അത് പൊതുമേഖലാ ബാങ്കുകളുണ്ട്, വാണിജ്യ ബാങ്കുകളുണ്ട്, സഹകരണ ബാങ്കുകളുണ്ട്. ഈ വായ്പകളിന്മേലുള്ള ജപ്തി നടപടികൾക്ക് നേരത്തെ പ്രഖ്യാപിച്ച മൊറട്ടോറിയം ഈ വർഷം ഡിസംബർ 31 വരെ ദീർഘിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കർഷകർ എടുത്തിട്ടുള്ള എല്ലാ വായ്പകൾക്കും ബാധകമായിരിക്കും ഈ 31 വരെ, ഡിസംബർ 31 വരെയുള്ള ഈ മൊറട്ടോറിയം. 2014 മാർച്ച് 31 വരെയുള്ള എല്ലാ വായ്പകളെയും തൽക്കാലം ജപ്തി നടപടികളിൽ നിന്ന് ഒഴിവാക്കി. ഇടുക്കി, വയനാട് ജില്ലകളിൽ 2018 ഓഗസ്റ്റ് 31 വരെ എടുത്ത വായ്പകൾക്കും ഇളവ് ലഭിക്കും. ദീർഘകാല വായ്പകളുടെ 1 വർഷത്തെ പലിശ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും നൽകും. പ്രകൃതിക്ഷോഭം മൂലമുള്ള വിളനാശത്തിന് നഷ്ടപരിഹാരം നൽകുന്നതിന് 85 കോടി രൂപ ഉടനെ അനുവദിക്കാൻ തീരുമാനിച്ചു. ഇതിൽ 54 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും നൽകും. കാർഷിക വിളകളുടെ നഷ്ടപരിഹാര തുക ഇരട്ടിയാക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു. മുഖ്യ വിളവിനങ്ങൾക്കെല്ലാം നിലവിലുണ്ടായിരുന്ന നഷ്ടപരിഹാരം ഇരട്ടിയാകും. ന്യൂസ് 18 തിരുവനന്തപുരം. കർഷകരുടെ പ്രശ്നത്തിൽ ഇടപെടാൻ സംസ്ഥാന സർക്കാർ വൈകിയെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. മൊറട്ടോറിയം ഏർപ്പെടുത്തുകയായിരുന്നില്ല വേണ്ടത്, കർഷകരുടെ കടം എഴുതിത്തള്ളണമായിരുന്നുവെന്നും ചെന്നിത്തല പറഞ്ഞു. മുഖ്യമന്ത്രി കോൺഫറൻസ് വിളിച്ചുകൊണ്ടൊന്നും കാര്യമില്ല. ആളുകളെ പറ്റിക്കുന്ന പരിപാടി പിണറായി വിജയൻ അവസാനിപ്പിക്കണം. കർഷകരുടെ കടം എഴുതി തള്ളാനുള്ള ധൈര്യം കാണിക്കണം, അതിനുള്ള ഇച്ഛാശക്തി കാണിക്കണം ഗവൺമെന്റ്. ആളുകളെ കളിപ്പിക്കാൻ വേണ്ടി എല്ലാ ദിവസവും യോഗം കൂടിയിട്ട് എന്ത് കാര്യം? തന്നെയല്ല ഈ മൊറട്ടോറിയം കൊണ്ട് എന്ത് കാര്യമാണ്? ഇന്നത്തെ കടം നാളത്തേക്ക് മാറ്റുന്നു എന്നുള്ളതല്ലാതെ എന്ത് പ്രയോജനമാണ്? അതുകൊണ്ട് ഈ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല. അതിശക്തമായ സമരപരിപാടികളുമായി UDF മുന്നോട്ട് പോകും. പ്രളയാനന്തര കേരളത്തിൽ മനുഷ്യത്വം മറന്ന് ധനകാര്യ സ്ഥാപനങ്ങൾ ജപ്തി നടപടികളുമായി മുന്നോട്ടു പോയപ്പോൾ അത് പുറം ലോകത്തെത്തിച്ചത് ന്യൂസ് 18. സർഫാസി നിയമത്തിന്റെ മറവിൽ കർഷകരുടെ ഭൂമി കൈവശപ്പെടുത്താൻ ബാങ്കുകൾ എത്തിയത് ന്യൂസ് 18 ആദ്യം പുറത്തുകൊണ്ടുവന്നു. ഇടുക്കിയിലെ കർഷകർ ഗതിയില്ലാതെ മരണത്തിൽ അഭയം തേടിയപ്പോൾ ആ കുടുംബങ്ങളുടെ കണ്ണീരൊപ്പാൻ ഞങ്ങൾ ഒപ്പമുണ്ടായിരുന്നു. കർഷകരുടെ പക്ഷത്തുനിന്ന് ന്യൂസ് 18 നിരന്തരം നടത്തിയ മാധ്യമ ഇടപെടലുകൾ കൂടിയാണ് ഇപ്പോൾ ഫലം കണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ആ റിപ്പോർട്ടുകളിലേക്ക്. കാർഷിക മേഖല സമാനതകളില്ലാത്ത പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്നതിനിടെയാണ് ബാങ്കുകൾ ജപ്തി നടപടിയിലേക്ക് നീങ്ങിയിരിക്കുന്നത്. ബാങ്കുകളുടെ സർഫാസി നോട്ടീസിന് പിന്നാലെയുണ്ടായ 4 പേരുടെ ആത്മഹത്യയ്ക്ക് ശേഷവും കർശന നടപടികളൊന്നും അവസാനിച്ചില്ല. വയനാട്ടിലെ കർഷകർ ഈ ഗതികേട് കർഷകർ വന്നിരിക്കുന്നു. കുടിശ്ശിക വരുത്തിയവരുടെ സ്വത്ത് പിടിച്ചെടുക്കാനാണ് ബാങ്കുകളുടെ തീരുമാനം. ജപ്തി നോട്ടീസ് ബാങ്കേഴ്സ് കമ്മിറ്റി വീണ്ടും വിളിച്ചു ചേർത്ത് ചർച്ച.
വായ്പ കുടിശ്ശിക വരുത്തിയ വയനാട്ടിലെ കർഷക കുടുംബത്തിനാണ് സർക്കാർ നിർദ്ദേശം മാനിക്കാതെ ജപ്തി നോട്ടീസ് നൽകിയത്. വിളവെടുപ്പായപ്പോൾ പാവൽ വില താണു, കുരുമുളക് ഉൽപാദനം കുത്തനിടിഞ്ഞു. ഇടുക്കിയിലെ കർഷക ജീവിതം അക്ഷരാർത്ഥത്തിൽ നരകതുല്യമായി മാറിയിരിക്കുന്നു. ഞാൻ ജപ്തി ചെയ്യാൻ വന്ന ഇതിനതിനുള്ള മൂല്യം ഇല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിൽ കിടക്കുന്ന വിലപിടിപ്പുള്ള ഉപകരണങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോകുമെന്ന് പറഞ്ഞു. അടിയന്തര നടപടികൾ ഉണ്ടായില്ലെങ്കിൽ കൂടുതൽ കർഷകരാവും ആത്മഹത്യയുടെ പാത തിരഞ്ഞെടുക്കുക. പ്രളയ പുനർനിർമ്മാണത്തിനായി 3500 കോടി രൂപയുടെ ലോകബാങ്ക് വായ്പയെടുക്കാൻ മന്ത്രിസഭ അനുമതി നൽകി. 5000 കോടി രൂപയുടെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കും തീരുമാനമായി. 70% വായ്പയും 30% സംസ്ഥാന സർക്കാർ വിഹിതവുമായിട്ടാണ് നിർമ്മാണം നടത്തുകയെന്ന് മന്ത്രിസഭാ യോഗത്തിനു ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. സംസ്ഥാന സർക്കാർ റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് എന്ന പുനർനിർമ്മാണ സംവിധാനത്തിന് രൂപം നൽകുകയുണ്ടായി. ഇതുവരെയുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി ലോകബാങ്കിൻ്റെ ആദ്യ വികസന വായ്പയായി ഏകദേശം 3500 കോടിയോളം രൂപ ലഭ്യമാക്കാനുള്ള നിർദ്ദേശം മന്ത്രിസഭ അംഗീകരിച്ചു. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് നിലവിൽ വരുമ്പോൾ എല്ലാ സ്ട്രീമുകളിലും സംവരണം ഏർപ്പെടുത്താൻ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു. മുന്നാക്ക സമുദായങ്ങളിലെ പിന്നാക്കക്കാരെ കണ്ടെത്താൻ മാനദണ്ഡങ്ങൾ തീരുമാനിക്കാൻ സമിതിയെ നിയോഗിച്ചതായി മുഖ്യമന്ത്രി പറഞ്ഞു. ഈ 2 സ്ട്രീമുകളിൽ കൂടി സംവരണം ബാധകമാക്കാമെന്ന് നിയമോപദേശം ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ വിശേഷാൽ ചട്ടങ്ങളിൽ ആവശ്യമായ ഭേദഗതികൾ വരുത്താൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. എല്ലാവരുടെയും ഡയറക്റ്റ് റിക്രൂട്ട്മെന്റിന്റെ രീതിയിലാണ് വരിക. അപ്പോൾ എല്ലാവർക്കും സംവരണം ബാധകമാവുന്നർത്ഥം. തോമസ് ചാണ്ടി ഹൈക്കോടതിയിൽ വീണ്ടും ഹർജി നൽകി. ലേക്ക് പാലസ് ഹോട്ടലിന്റെ അനധികൃത നിർമ്മാണങ്ങളിൽ പിഴ അടയ്ക്കണമെന്ന ആലപ്പുഴ നഗരസഭയുടെ നോട്ടീസിനെതിരെയാണ് ഹർജി. 2.73 കോടി രൂപ പിഴ അടയ്ക്കണമെന്ന ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന് ഹർജിയിൽ ആവശ്യപ്പെട്ടു. ഐസ്ക്രീം പാർലർ അട്ടിമറി കേസിൽ VS-നെ തള്ളി ഹൈക്കോടതിയിൽ സർക്കാരിന്റെ സത്യവാങ്മൂലം. കേസിൽ PK കുഞ്ഞാലിക്കുട്ടിയെയും ബന്ധു റൌഫിനെയും കക്ഷി ചേർക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി തള്ളണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടു. ഹർജിക്കാരനായ VS കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചെന്നും സർക്കാർ സത്യവാങ്മൂലത്തിൽ പറയുന്നു. ഐസ്ക്രീം പാർലർ അട്ടിമറി കേസിൽ PK കുഞ്ഞാലിക്കുട്ടിയെ പൂർണ്ണമായും കുറ്റവിമുക്തനാക്കുന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ സത്യവാങ്മൂലം. കേസ് അട്ടിമറിക്കാൻ ഇരകൾക്ക് പണം നൽകിയെന്ന കേസിൽ കുഞ്ഞാലിക്കുട്ടിയെയും പഴയ സഹായി റൌഫിനെയും പ്രതി ചേർക്കണമെന്നാവശ്യപ്പെട്ടാണ് VS ഹർജി നൽകിയത്. സർക്കാർ സത്യവാങ്മൂലത്തിലെ പ്രധാന വാദങ്ങൾ ഇങ്ങനെ: ഐസ്ക്രീം പാർലർ കേസ് പുനരന്വേഷിക്കാൻ നിലവിൽ സാഹചര്യങ്ങളില്ല. റൌഫിന്റെ വെളിപ്പെടുത്തലിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലും പുതിയ തെളിവുകൾ ലഭിച്ചിട്ടില്ല. റൌഫും ഷെരീഫും ഇരകൾക്കു നൽകിയ പണം കുഞ്ഞാലിക്കുട്ടിയുടേതാണെന്ന് തെളിവില്ല. സർക്കാരുകൾ മാറുന്നത് അന്വേഷണത്തെ സ്വാധീനിക്കില്ല. അന്തിമവിധിയിലെ ചില ഭാഗങ്ങൾ ഉദ്ധരിച്ച് ഹർജിക്കാർ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും സർക്കാരിന്റെ സത്യവാങ്മൂലം പറയുന്നു. സുപ്രീം കോടതിയുടെ നിർദ്ദേശമനുസരിച്ചാണ് VS കോഴിക്കോട് 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അട്ടിമറി അന്വേഷിക്കാൻ ഹർജി നൽകിയത്. ഇത് കോടതി തീർപ്പാക്കിയതിനെ തുടർന്നാണ് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയത്. MS ഹരീഷ് കുമാർ, ന്യൂസ് 18, കൊച്ചി. കോളേജ് ക്യാമ്പസിൽ സുരക്ഷാ നിയമങ്ങളെല്ലാം മറികടന്ന വിദ്യാർത്ഥികളുടെ അപകടകരമായ വാഹന റേസിംഗ്. കുട്ടനാട് എടത്വ സെന്റ് അലോഷ്യസ് കോളേജിലെ അഭ്യാസ പ്രകടനത്തിനിടെ വാഹനത്തിൽ നിന്നും വീണ 2 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സമിതിയെ നിയോഗിച്ചതായി പ്രിൻസിപ്പൽ അറിയിച്ചു. ബികോം വിദ്യാർത്ഥികളുടെ യാത്രയപ്പ് ചടങ്ങിനോടനുബന്ധിച്ചായിരുന്നു 2 ദിവസങ്ങളിലായുള്ള അപകടകരമായ വാഹനാഭ്യാസം. കാറിലും ജീപ്പിലും ബൈക്കുകളിലുമായി എത്തിയ വിദ്യാർത്ഥികൾ കോളേജ് വളപ്പിലൂടെ വാഹനങ്ങളിൽ ചീറിപ്പാഞ്ഞു. ഇതിനിടെ ജീപ്പിൽ നിന്നും 2 വിദ്യാർത്ഥികൾ തെറിച്ച് പുറത്തേക്ക് വീണു. നിയമങ്ങൾ കാറ്റിൽ പറത്തി ഫെബ്രുവരി 26-ന് ബികോം ടാക്സ് ആൻഡ് ഫിനാൻസ് വിദ്യാർത്ഥികൾ നടത്തിയ അഭ്യാസങ്ങൾക്ക് പിന്നാലെ മാർച്ച് 1-ന് ബികോം കമ്പ്യൂട്ടർ വിഭാഗം വിദ്യാർത്ഥികളുടെയും പ്രകടനം. ദൃശ്യങ്ങൾ പകർത്തി വിദ്യാർത്ഥികൾ സമൂഹമാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുകയായിരുന്നു. സംഭവത്തിൽ അന്വേഷണത്തിന്റെ ഭാഗമായി തെളിവെടുപ്പ് പുരോഗമിക്കുന്നതായി പ്രിൻസിപ്പൽ KV സാബൻ പറഞ്ഞു. 2015-ൽ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ വാഹനമിടിച്ച വിദ്യാർത്ഥിനി മരിച്ചതിനെ തുടർന്ന് ക്യാമ്പസിനുള്ളിൽ വാഹനങ്ങൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ന്യൂസ് 18, ആലപ്പുഴ. ലോക്സഭാ തെരഞ്ഞെടുപ്പിനായുള്ള UDF സീറ്റ് വിഭജനം 2 ദിവസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന്
പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. KPCC പ്രസിഡന്റ് മത്സരിക്കുമോ എന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കും. കേരള കോൺഗ്രസിനാണ് ഒരു സീറ്റ് നൽകിയിരിക്കുന്നത്. ഏതെങ്കിലും വ്യക്തിക്കല്ല. പെരിയ കൊലപാതകം രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. സിറ്റിംഗ് MLA MPമാരുടെ കാര്യം തീരുമാനിക്കേണ്ട പാർട്ടി ഹൈക്കമാൻഡാണ്, അത് ഞങ്ങളല്ല. കേരള കോൺഗ്രസ് ആണ് മുന്നണിയിൽ. അവരുടെ പാർട്ടിയിലെ കാര്യങ്ങൾ അവർ ചർച്ച ചെയ്ത് തീരുമാനിച്ചോളൂ. അതിനകത്ത് ഞങ്ങൾ ഇടപെടേണ്ട യാതൊരു കാര്യമില്ല. ലോക്സഭാ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് കേരള കോൺഗ്രസ് ചർച്ച ഇന്ന് കൊച്ചിയിൽ നടക്കും. കോട്ടയത്തിന് പുറമെ മറ്റൊരു മണ്ഡലം കൂടി വേണമെന്ന കേരള കോൺഗ്രസ് ആവശ്യത്തോട് കോൺഗ്രസ് വിട്ടുവീഴ്ച ചെയ്യുമോ എന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ ഉറ്റുനോക്കുന്നത്. വൈകുന്നേരം ആലുവയിൽ ചർച്ച നടത്താനായിരുന്നു ആദ്യം ആലോചിച്ചത്. പിന്നീട് നേതാക്കളുടെ അസൗകര്യം പരിഗണിച്ച് കൊച്ചിയിലേക്ക് മാറ്റി. രാത്രിയോടെ ചർച്ച നടക്കുമെന്നാണ് ഒടുവിൽ കിട്ടിയ വിവരം. 2 വട്ടം നടന്ന ചർച്ചയിൽ നിന്നും ഇരു പാർട്ടികളും ഒരിഞ്ചു പോലും പിന്മാറിയിട്ടില്ല. പാർട്ടിക്ക് എത്ര സീറ്റ് ലഭിച്ചാലും അതിലൊന്ന് തനിക്ക് വേണമെന്നാണ് PJ ജോസഫിന്റെ നിലപാട്. KM മാണി സീറ്റ് വിട്ടു നൽകിയില്ലെങ്കിൽ കേരള കോൺഗ്രസ് വീണ്ടും പിളരും. കൈവശമുണ്ടായിരുന്ന ഒരു സീറ്റ് വിട്ടുകളയാൻ മാണിയും തയ്യാറല്ല. ഇടുക്കി DCC മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണയം KPCCക്ക് കൈമാറിയതിൽ മാണി ഗ്രൂപ്പിന് പ്രതീക്ഷയുണ്ട്. ഇടുക്കി ഒഴിച്ചിടാൻ കോൺഗ്രസ് നേതൃത്വം ജില്ലാ ഘടകത്തിന് നിർദ്ദേശം നൽകിയതായാണ് സൂചന. ഒത്തുതീർപ്പ് ഫോർമുല എന്ന രീതിയിൽ കോട്ടയം കോൺഗ്രസിന് കൈമാറിയ ശേഷം ഇടുക്കി ജോസഫിന് നൽകാനുള്ള അറ്റകൈ തീരുമാനവും മാണി എടുത്തേക്കും. അങ്ങനെയെങ്കിൽ തക്കതായ വാഗ്ദാനങ്ങൾ കോൺഗ്രസും നൽകേണ്ടി വരും. ന്യൂസ് 18 കൊച്ചി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ ശനിയാഴ്ച പ്രഖ്യാപിക്കുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. 3ാം സീറ്റ് അടക്കമുള്ള വിഷയങ്ങളിൽ UDF ഉഭയകക്ഷി ചർച്ചകളുടെ വിശദാംശങ്ങൾ നാളത്തെ ഉന്നതാധികാര സമിതി യോഗത്തെ ധരിപ്പിക്കുമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. സ്ഥാനാർത്ഥി പട്ടികയിൽ വനിതാ പ്രാതിനിധ്യമില്ലാത്തതിന് ന്യായീകരണവുമായി CPI ദേശീയ നേതൃത്വം. മത്സരിക്കുന്ന സീറ്റുകൾ കുറവായതിനാലാണ് വനിതകൾക്ക് അവസരം നൽകാത്തതെന്ന് ജനറൽ സെക്രട്ടറി സുധാകർ റെഡ്ഡി പറഞ്ഞു. ഔദ്യോഗിക പ്രഖ്യാപനത്തിനു മുൻപേ സ്ഥാനാർത്ഥികൾ പ്രചരണം തുടങ്ങി. സ്ഥാനാർത്ഥി പട്ടികയിൽ വനിതകളെ പൂർണ്ണമായും തഴഞ്ഞെന്ന വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് CPI നേതൃത്വത്തിന്റെ വിശദീകരണം. Party can contest larger number of seats. Naturally, we can give representation to women also. സംസ്ഥാന കൌൺസിൽ തീരുമാനിച്ച സ്ഥാനാർത്ഥികൾ പ്രചാരണത്തിൽ സജീവമായി കഴിഞ്ഞു. പ്രമുഖരെ കണ്ട് പിന്തുണ തേടിയ C ദിവാകരൻ AKG സെന്ററിലെത്തി CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനെ കണ്ടു. തിരിച്ചിറങ്ങും വഴി MA ബേബിയുമായി സൗഹൃദ സംഭാഷണം. സ്ഥാനാർത്ഥിത്വം പാർട്ടി നൽകിയ അംഗീകാരമാണെന്നും പാർട്ടിയിൽ തർക്കങ്ങളില്ലെന്നും തൃശൂരിലെ സ്ഥാനാർത്ഥി രാജാജി മാത്യു തോമസ് ന്യൂസ് 18നോട് പറഞ്ഞു. സ്ഥാനാർത്ഥികൾ മാറുകയും പുതിയ ആൾ വരികയും ചെയ്യുന്നതിനകത്ത് അസാധാരണമായിട്ടുള്ളൊന്നുമില്ല. യാതൊരു പ്രശ്നവും ഞങ്ങളുടെ പാർട്ടിയിലില്ല. അത് പാർട്ടിയിൽ ഒരു പൊതുവായിട്ടുള്ളൊരു സമവായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ തീരുമാനം എടുത്തിട്ടുള്ളത്. ഏകകണ്ഠമായിട്ട് എടുത്തൊരു തീരുമാനമാണ്. മാവേലിക്കരയിൽ ചിറ്റയം ഗോപകുമാറും വയനാട്ടിൽ PP സുനീറും മണ്ഡലത്തിൽ സജീവമായി കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി BJP സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന 4 മേഖലാ ജാഥകൾ വൈകിട്ട് ആരംഭിക്കും. ജനറൽ സെക്രട്ടറിമാരായ MT രമേശ്, ശോഭാ സുരേന്ദ്രൻ, AN രാധാകൃഷ്ണൻ, K സുരേന്ദ്രൻ എന്നിവരാണ് മേഖലാ ജാഥകൾ നയിക്കുന്നത്. കേരളവും മോദിയോടൊപ്പം വീണ്ടും വേണം മോദി ഭരണം എന്ന മുദ്രാവാക്യവുമായാണ് BJP പരിവർത്തന യാത്രകൾ നടത്തുന്നത്. ഉത്തർപ്രദേശിൽ മായാവതി അഖിലേഷ് സഖ്യത്തിലേക്ക് അജിത് സിംഗും 3 സീറ്റുകൾ നൽകിയാണ് BSP-SP സഖ്യത്തിലേക്ക് അജിത് സിംഗിന്റെ RLDയെയും കൊണ്ടുവന്നത്. അഖിലേഷ് യാദവും അജിത് സിംഗിന്റെ മകൻ ജയന്ത് ചൌധരിയും ചേർന്ന് സഖ്യം ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. BJP വിരുദ്ധ വോട്ടുകൾ ഭിന്നിക്കാതിരിക്കാൻ കോൺഗ്രസിനെയും വിശാല സഖ്യത്തിലെത്തിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഉത്തർപ്രദേശിൽ BJPയുടെ ജൈത്രയാത്ര നിലനിൽപ്പിന് തന്നെ ഭീഷണിയായതോടെയാണ് പ്രാദേശിക വൈരം മറന്ന് സമാജ്വാദി പാർട്ടിയും SP-യും കൈകോർത്തത്. ഉപതെരഞ്ഞെടുപ്പുകളിൽ നടത്തിയ പരീക്ഷണം വിജയിച്ചതോടെ സഖ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കും വ്യാപിപ്പിക്കുകയായിരുന്നു. 38 സീറ്റുകളിൽ വീതം മത്സരിക്കാൻ തീരുമാനിച്ച BSP-SP കൂട്ടുകെട്ട് കോൺഗ്രസിനെ ഒപ്പം കൂട്ടിയില്ലെങ്കിലും രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടതില്ലെന്ന് തീരുമാനിച്ചു. പടിഞ്ഞാറൻ UPയിൽ വേരുകളുള്ള അജിത് സിംഗിന്റെ RLDക്ക് 1 സീറ്റാണ് ആദ്യം മാറ്റിവെച്ചത്. ഇതിൽ അജിത് സിംഗ് കടുത്ത അതൃപ്തി അറിയിച്ചതോടെയാണ് 3 സീറ്റ് എന്ന ധാരണയിൽ കാര്യങ്ങൾ എത്തിയത്. അജിത് സിംഗിന്റെ മണ്ഡലമായ ബാഗ്പത്തും മകൻ ജയന്ത് ചൌധരി മത്സരിച്ച മധുരയ്ക്കും പുറമെ മുസാഫർ നഗറാണ് RLDക്ക് ലഭിക്കുക. ബാഗ്പത്തിൽ 6 തവണ വിജയിച്ച അജിത് സിംഗ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPയോട് പരാജയപ്പെട്ടിരുന്നു. മധുരയിൽ BJP വിജയിച്ചപ്പോൾ ജയന്ത് ചൌധരി BSPക്ക് പിന്നിൽ 3ാം സ്ഥാനത്തായി. മുസാഫർ നഗറിൽ BSP 2ാം സ്ഥാനത്തും SP 3ാം സ്ഥാനത്തുമായിരുന്നു. RLD കൂടി മുന്നണിയിൽ എത്തിയതോടെ SP-യുടെ മത്സരം 37 സീറ്റുകളിലായി ചുരുങ്ങി. BSP 38 സീറ്റുകളിൽ മത്സരിക്കും.
പ്രിയങ്ക ഗാന്ധി പ്രചാരണത്തിനെത്തിയതോടെ കോൺഗ്രസിനെ കൂടി ഉൾപ്പെടുത്തി മഹാസഖ്യത്തിനുള്ള ശ്രമവും ഊർജിതമായിട്ടുണ്ട്. എന്നാൽ ഭൂരിപക്ഷം സീറ്റുകളിലും മത്സരിക്കാൻ തയ്യാറെടുക്കുന്ന കോൺഗ്രസിനെ അനുനയിപ്പിച്ച് മുന്നണിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ സീറ്റിന്റെ കാര്യത്തിൽ വലിയ വിട്ടുവീഴ്ച തന്നെ SP-യും BSP-യും നടത്തേണ്ടി വരും. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. തമിഴ്നാട്ടിൽ DMK CPM സഖ്യം 2 സീറ്റുകളിലാണ് CPM മത്സരിക്കുക. DMK അധ്യക്ഷൻ MK സ്റ്റാലിൻ, CPM തമിഴ്നാട് സംസ്ഥാന സെക്രട്ടറി K ബാലകൃഷ്ണൻ അടക്കമുള്ള നേതാക്കളുമായി നടത്തിയ 3ാം ഘട്ട ചർച്ചയിലാണ് തീരുമാനം. ഏതൊക്കെ സീറ്റിൽ മത്സരിക്കുമെന്ന കാര്യം പിന്നീട് പ്രഖ്യാപിക്കും. നേരത്തെ വിജയിച്ചിട്ടുള്ള കോയമ്പത്തൂർ, മധുര സീറ്റുകൾ വിട്ടുനൽകണമെന്ന് CPM DMK നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. CPI-ക്കും DMK 2 സീറ്റ് നൽകിയിരുന്നു. കോൺഗ്രസ്, VCK, IJK തുടങ്ങിയ കക്ഷികളുമായും DMK സീറ്റ് വിഭജന ചർച്ച പൂർത്തിയാക്കി. കോൺഗ്രസ് 10 സീറ്റിൽ മത്സരിക്കും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഉദ്ഘാടന തിരക്കിൽ പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും. പ്രധാനമന്ത്രിയുടെ ഉദ്ഘാടന കലണ്ടർ 8-ാം തീയതി വരെ നിറഞ്ഞിരിക്കുകയാണ്. 9-ാം തീയതി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം പ്രതീക്ഷിക്കാം. പ്രധാനമന്ത്രിയുടെ ഉദ്ഘാടനങ്ങൾക്കായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപനം വൈകിപ്പിക്കുകയാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ഒരാഴ്ചയായി പദ്ധതികളുടെ ഉദ്ഘാടനങ്ങൾക്കായുള്ള നെട്ടോട്ടത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തമിഴ്നാട്, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച മോഡിക്ക് ഗുജറാത്ത്, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിൽ ഈ ആഴ്ച ഉദ്ഘാടനം ചെയ്യാനുള്ളത് 59,000 കോടിയുടെ പദ്ധതികൾ. 8-ാം തീയതി മീററ്റ് റാപ്പിഡ് റെയിലിന്റെയും കാൺപൂർ മെട്രോയുടെയും ഉദ്ഘാടനം. UP-യിൽ നിന്ന് അന്നേ ദിവസം വീഡിയോ കോൺഫറൻസിലൂടെ നാഗ്പൂർ മെട്രോയും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രിക്കൊപ്പം കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, നിതിൻ ഗഡ്കരി, സുരേഷ് പ്രഭു എന്നിവരും ദേവേന്ദ്ര ഫട്നാവിസ് അടക്കമുള്ള BJP മുഖ്യമന്ത്രിമാരും ഉദ്ഘാടന തിരക്കുകളിലാണ്. 7-ാം തീയതി കേന്ദ്ര മന്ത്രിസഭ യോഗം ചേരും. അധ്യാപക നിയമനത്തിലെ സംവരണമടക്കമുള്ള വിഷയങ്ങളിൽ സുപ്രധാന തീരുമാനങ്ങൾ യോഗത്തിലുണ്ടാകും. 2014 മാർച്ച് 5-നാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. പ്രധാനമന്ത്രിയുടെ ഉദ്ഘാടന കലണ്ടർ നോക്കി തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വൈകിപ്പിക്കുകയാണെന്ന് കോൺഗ്രസ് നേതാവ് അഹമ്മദ് പട്ടേൽ ആരോപിച്ചു. നിലവിലെ ജമ്മുകാശ്മീർ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം അടുത്ത ദിവസം ചേരുന്ന കമ്മീഷൻ യോഗത്തിൽ പ്രഖ്യാപനം സംബന്ധിച്ച് അന്തിമ തീരുമാനമുണ്ടാകും. M. ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18, ഡൽഹി. വെന്തുരുകി കേരളം. ഉഷ്ണതരംഗമുണ്ടാകുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് സംസ്ഥാനത്ത് ജാഗ്രത. കോഴിക്കോട് ജില്ലയിൽ സ്ഥിതി വിലയിരുത്താൻ പ്രത്യേക യോഗം ചേർന്നു. മുഖ്യമന്ത്രി ജില്ലാ കളക്ടർമാരുമായി വീഡിയോ കോൺഫറൻസ് വഴി ചർച്ച നടത്തി. സംസ്ഥാനമാകെ കൊടും ചൂട് തുടരുകയാണ്. കോഴിക്കോട് ജില്ലയിൽ ഈ മാസം 7 വരെ ഉഷ്ണതരംഗത്തിന് സാധ്യതയെന്ന മുന്നറിയിപ്പിനെ തുടർന്നാണ് അതീവ ജാഗ്രത. തൃശൂർ മുതൽ കണ്ണൂർ വരെയുള്ള ജില്ലകളിൽ കടുത്ത ചൂട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. താപനില ശരാശരിയിൽ നിന്ന് 4.5 ഡിഗ്രിക്ക് മുകളിൽ ഉയരുകയും ദിവസങ്ങളോളം നീണ്ടുനിൽക്കുകയും ചെയ്യുന്നതാണ് ഉഷ്ണതരംഗം. കഴിഞ്ഞ ദിവസങ്ങളിൽ കോഴിക്കോട്ട് ശരാശരിയിൽ നിന്ന് 3 ഡിഗ്രിയിൽ കൂടുതൽ താപനില ഉയർന്നിരുന്നു. സാഹചര്യം കണക്കിലെടുത്ത് കോർപ്പറേഷൻ ജീവനക്കാർ ഉൾപ്പെടെയുള്ളവരുടെ ജോലി സമയം പുനഃക്രമീകരിച്ചു. സൂര്യപ്രകാശം നേരിട്ട് ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ പുറത്തു പോകുമ്പോൾ ഡ്രിങ്കിംഗ് വാട്ടർ ബോട്ടിൽ കയ്യിലുണ്ടാകുന്നു. ഇടയ്ക്കിടയ്ക്ക് ശുദ്ധജലം കുടിക്കാനുള്ള അഭ്യർത്ഥന. ഓക്കെ, ഈ ഡീഹൈഡ്രേഷൻ ജനങ്ങളെല്ലാവരും ഒഴിവാക്കേണ്ടത്, പ്രത്യേകിച്ചിട്ട് സീനിയർ സിറ്റിസൺസ് കുറച്ചും കൂടി ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട്. 11 മുതൽ 3 മണിവരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കുക, നിർജ്ജലീകരണം തടയാൻ കുടിവെള്ളം കരുതുക, കുട ചൂടുക, അയഞ്ഞ പരുത്തി വസ്ത്രങ്ങൾ ധരിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ചിട്ടുണ്ട്. പൊതുസ്ഥലങ്ങളിൽ കുടിവെള്ള വിതരണം അടക്കമുള്ള കാര്യങ്ങളും നടക്കുന്നു. കുട്ടികളൊക്കെ വീട്ടിലൊക്കെ പറഞ്ഞു ഏൽപ്പിച്ചിരിക്കുന്നു. കുട്ടികളെ ശ്രദ്ധിക്കണം. എപ്പോഴും ഡ്രസ്സ് മാറ്റുമ്പോൾ കോട്ടൺ ഡ്രസ്സ് ഇട്ട് കൊടുക്കണം. സ്കൂളിൽ പോകുമ്പോൾ ഡ്രസ്സ് കട്ടി കുറഞ്ഞ് ഇട്ട് കൊടുക്കണം. വെള്ളം നല്ല കൊടുക്കണം. എപ്പോഴും വെള്ളം കൊടുക്കാൻ പറയുന്നുണ്ട്. രാവിലെ 11 മുതൽ വൈകിട്ട് 3 വരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്ന പണികൾ ചെയ്യിപ്പിക്കുന്ന കമ്പനികൾക്കും ഉടമകൾക്കുമെതിരെ നടപടി സ്വീകരിക്കും. സ്കൂളുകളിൽ അസംബ്ലി ഒഴിവാക്കുന്നത് ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ പാലിക്കുന്നുണ്ടോ എന്നറിയാൻ മിന്നൽ പരിശോധനകളുമുണ്ടാവും. ന്യൂസ് 18 കോഴിക്കോട്.